ഇന്നത്തെ ഗോസ്പലിൽ ഒരു യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ മുമ്പിലാണ് ആ യുവാവ് വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് സെമിനാരിൽ കയറ്റിയെന്ന്. കാര്യം ഞങ്ങളുടെ മൈനസ് സെമിനാരി ഗൈഡ് ലൈൻസിൽ 19 റൂൾസ് ഉണ്ട്. ഈ 19 റൂൾസും കൃത്യമായിട്ട് അനുസരിച്ച ഒരാൾ നല്ലൊരു വൈദികനാകും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അതിന് കാരണം ഒരു വൈദികനാകാനുള്ള, അതിനേക്കാളുപരി നല്ലൊരു മനുഷ്യനാകാനുള്ള എല്ലാ ക്വാളിറ്റീസും ആ നിയമത്തിലുണ്ട്. ഇന്ന് ഒരു യുവാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണല്ലോ: ഞാൻ എല്ലാ നിയമവും പാലിക്കുന്നുണ്ട്, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്. ഇനി എന്ത് വേണം? അങ്ങനൊരു പയ്യനെ കിട്ടുകയാണെങ്കിൽ അവനെ സെമിനാരിലാക്കി അച്ഛനാക്കാൻ കൊള്ളാം. അങ്ങനെ എല്ലാ രീതിയിലും അവന് തന്നെ തോന്നിക്കാണും ഞാൻ നല്ലതാണ്. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ചതാണ് നിത്യജീവനാണ്. ചെറിയ വാക്കൊന്നുമല്ല. സാധാരണ മനുഷ്യരൊന്നും അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാറുമില്ല. ഇവനൊരു യുവാവാണ്. യങ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നിത്യജീവൻ കരസ്ഥമാക്കണം. ഇത്രയും തിയോളജിക്കൽ ഡെപ്തുള്ള ഒരു സ്വർഗത്തിൻ്റെ വാക്കൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിൽ വളരെയധികം ഫെയ്ത്തുള്ള ഒരു പയ്യനാണ്. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നല്ല രീതിയിൽ വചനമൊക്കെ പഠിച്ചു വന്നൊരു കൊച്ചു തന്നെ ആയിരിക്കും. അങ്ങനെ ആകാതിരിക്കാൻ വഴിയില്ല. സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നിട്ട് അവനൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് യേശു ചൂണ്ടിക്കാട്ടുന്നത് കാശാണ് പ്രശ്നം, സമ്പത്താണ് പ്രശ്നം. ഈ സമ്പത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ സങ്കടപ്പെടുമോ? ഒരുവന് ഒത്തിരി കാശുള്ളതിൻ്റെ പേരിൽ ആരെങ്കിലും സങ്കടപ്പെട്ട് കേട്ടിട്ടുണ്ടോ? സമ്പത്തില്ലാത്തതിൻ്റെ പേരിലല്ലേ മനുഷ്യർ സങ്കടപ്പെടുന്നത്? പഠിക്കാൻ കാശില്ല എന്നും ജീവിതം പോറ്റാൻ കാശില്ല എന്നും കടബാധ്യത കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്തതിൽ കാശില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ ഇടയിൽ ഒരുവിന് കാശ് കൂടുതലുള്ളതാണ് പ്രശ്നം. ക്രിസ്തു അവനിൽ പ്രതീക്ഷിക്കുന്നത് എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്, കൊള്ളാൻ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ദരിദ്രനാവണം. നിനക്ക് കൂടുതലൊന്നും ഉണ്ടാകാൻ പാടില്ല. അധികമെന്ന് തോന്നുന്നത് നീ കയ്യിൽ സൂക്ഷിക്കരുത്. ഇതാണ് യേശുവിൻ്റെ ഒരു പോളിസി. ഈ പോളിസിയിൽ അവൻ സങ്കടപ്പെട്ടിറങ്ങിപ്പോയി. കാശ് കൂടുതലുള്ളതിൻ്റെ പേരിൽ അവൻ ഇറങ്ങിപ്പോയി. ഇത്രയധികം വേദന ഉണ്ടാകാൻ കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വർഗരാജ്യത്തിനെതിരാണ്. അതാണ് ദ ഗോസ്പൽ. അത് സമ്പത്തിന് വേണമെന്നില്ല. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമാണ് അധികമെങ്കിൽ ക്രിസ്തു പറഞ്ഞു തന്നെ നീ അത് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു തന്നെ. നമ്മൾ ഈ കെട്ടും ഭണ്ഡാരമൊക്കെ ആയിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ആരും ചിന്തിക്കരുത്. എന്തെങ്കിലും നിങ്ങൾ അധികം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. അവിടെയാണ് നിത്യജീവൻ്റെ എൻട്രി പാസ് കിട്ടുന്നത്. നമ്മൾ കൂടുതൽ എന്തെങ്കിലും കയ്യിൽ സൂക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ 8ൻ്റെ പണി കിട്ടും. അവസാനം ചെയ്ത കാര്യങ്ങളും പാലിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര കൂടുതലുണ്ടെന്നേ ക്രിസ്തു ചോദിക്കത്തുള്ളൂ. നിങ്ങൾ അധികമായി സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ, അധികമായി സൂക്ഷിക്കുന്ന ധനം, അധികമായി സൂക്ഷിക്കുന്ന അഹങ്കാരം, അധികമായി സൂക്ഷിക്കുന്ന അഹന്ത, എന്തിൻ്റെ പേരിലും അധികമാകുന്നത് ആപത്താണെന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെയാണ്. അധികമായാൽ അമൃതം വിഷമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.